ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നിങ്ങളുടെ ഈ സ്വന്തം മിഥിലാമിസാട്. അപ്പോൾ റിവിഷനൊക്കെ എങ്ങനെ പോകുന്നു? അടിപൊളിയായിട്ട് നടക്കുന്നില്ലേ? ആരെങ്കിലും റിവൈസ് ചെയ്യാതെ അതുവഴി ഇതുവഴി ഓടി നടക്കുന്നുണ്ടെങ്കിൽ വേഗം തന്നെ റിവൈസ് ചെയ്യാൻ പോയിരുന്നോ. ഇന്ന് വൈകിട്ട് 7:30 വരെയാണ് ഈ 3 ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്ത് പഠിക്കാനുള്ള നിങ്ങൾക്കുള്ള ടൈം എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് മിസ് നിങ്ങളുടെ അടുത്തേക്ക് എത്തിയിട്ടുള്ളത്. ഒട്ടും തന്നെ സമയം കളയുന്നില്ല. എൻ്റെ കുഞ്ഞുങ്ങളുടെ സമയം വിലപ്പെട്ടതല്ലേ. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. ഇതിൽ ഡയമണ്ടിന്റെ സ്ട്രക്ചർ ഏതാണ്, ഘടന ഏതാണെന്നാണ്. അപ്പോൾ മക്കളെ, ഡയമണ്ട്, ഗ്രഫൈറ്റ്, ഗ്രഫീന്, ഫുള്ളറിൻസ്, ഇവിടെ 4 പേരുടെയും സ്ട്രക്ചർ ഉണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. ഈ 4 പേരുടെയും സ്ട്രക്ചർ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഫുള്ളറീൻസ് എന്ന് പറയുമ്പോൾ മറ്റേ ബക്കി ബോൾസ് അല്ലെ, ബോൾസ് ഒരു സ്ട്രക്ചർ ആയിട്ടാണ് ഇരിക്കുന്നത്. ഒരു സിംഗിൾ ലെയർ മാത്രമാണ് കാണുന്നതെങ്കിൽ അത് ഗ്രഫീനാണ്. ഇനി ഡയമണ്ടും ഗ്രഫൈറ്റ് നോക്കാം മക്കളെ. നമുക്കറിയാം, ഇങ്ങനെ അടുക്കി വെച്ചതുപോലെ ഉണ്ടെങ്കിൽ അത് ഗ്രഫൈറ്റ് ആണ്. സോ ഇതിൽ ഫിഗർ എ എന്ന് പറയുന്നത് ഗ്രഫൈറ്റും അതേപോലെ ഫിഗർ ബി എന്ന് പറയുന്നതും ഡയമണ്ടും ആയിരിക്കും. കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പൊ ഡയമണ്ടിന്റെ ഘടന ഏതാ ഇതിൽ? ഫിഗർ ബി ആണ്. ഇനി അടുത്തത് എന്താ? വിച്ച് സബ്സ്റ്റൻസ് ഈസ് യൂസ്ഡ് ആസ് ലൂബ്രിക്കറ്റ്. നമ്മൾ സ്നേഹകമായിട്ട് ഉപയോഗിക്കുന്നത് ആരെയാ? ഇപ്പൊ ഡയമണ്ട് ആയിക്കോട്ടെ, ഗ്രഫൈറ്റ് ആയിക്കോട്ടെ, ഗ്രഫീൻ ആയിക്കോട്ടെ, ഫുള്ളറീൻസ് ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ പ്രത്യേകതകളും യൂസുകളും കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ലൂബ്രിക്കൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആളെന്ന് പറയുന്നത് ഗ്രഫൈറ്റ് ആണ് അല്ലേ. ഇനി ഡയമണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ആണ്. അതേപോലെ തന്നെ അതിൽ ഫ്രീ ഇലക്ട്രോൺസ് ഇല്ലാത്തത് കൊണ്ട് അത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാറില്ല. ബട്ട് ഹീസ് എ ഗുഡ് കണ്ടക്ടർ, തെർമൽ കണ്ടക്ടിവിറ്റി ഉള്ള ഒരാളാണ് എന്ന് പറയാം. പോയിന്റുകളൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഗ്രഫൈറ്റിലേക്ക് വരുമ്പോൾ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രഫൈറ്റിന് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ സാധിക്കും. നല്ല ഒരു തെർമൽ കണ്ടക്ടറുമാണ്. ലൂബ്രിക്കൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആളാണ്. അതേപോലെ ഗ്രഫീൻസും ഫുള്ളറിൻസും ഈ 4 ആൾക്കാരുടെയും പ്രത്യേകതകൾ മിസ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് ഓർത്തെടുക്കുക. റെഡി? അടുത്ത ചോദ്യം. കാർബൺ മോണോക്സൈഡ് ആൻഡ് കാർബൺ ഡയോക്സൈഡ് ആർ 2 കോമ്പൗണ്ട്സ് ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് കാർബൺ ആൻഡ് ഓക്സിജൻ. ശരിയല്ലേ? കാർബണും ഓക്സിജനും ചേർന്നുണ്ടാൽ ഉണ്ടാവുന്ന 2 സംയുക്തങ്ങളാണ് കാർബൺ മോണോക്സൈഡും കാർബൺ ഡയോക്സൈഡ്. നോക്ക്, കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, രണ്ടിലും കാർബണും ഓക്സിജനുമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി റൈറ്റ് ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഷോയിങ് ദ ഫോർമേഷൻ ഓഫ് കാർബൺ മോണോക്സൈഡ്. മക്കളെ, കാർബൺ മോണോക്സൈഡിന്റെ രൂപീകരണം കാണിക്കുന്ന സമീകൃത സമവാക്യം എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. വളരെ സിമ്പിൾ ആണ്. എങ്ങനെ കാർബൺ മോണോക്സൈഡ് ഉണ്ടാവുക? ഇൻകംപ്ലീറ്റ് കമ്പഷൻ ആണല്ലേ. അപൂർണമായിട്ട് ജ്വലനം അല്ലെങ്കിൽ ഭാഗികമായിട്ട് ജ്വലനം നടന്നു കഴിഞ്ഞാൽ അവിടെ കാർബൺ മോണോക്സൈഡ് ആണ് റിലീസ് ചെയ്യുന്നത് നമുക്കറിയാം. ഒന്നെങ്കിൽ ഓക്സിജന്റെ അളവ് കുറയണം, അല്ലെങ്കിൽ കാർബണിന്റെ അളവ് കൂടണം. ഇങ്ങനെയുള്ള കണ്ടീഷൻസിലാണ് അവിടെ കാർബൺ മോണോക്സൈഡ് ഫോം ചെയ്യാറുള്ളത്. സോ നമുക്ക് എഴുതാം, കാർബണും ഓക്സിജനുമായിട്ട് ചേർന്നിട്ട് 2 കാർബണും ഒരു ഓക്സിജൻ മോളിക്യൂളും ചേർന്ന് 2 കാർബൺ മോണോക്സൈഡിന് തരുന്നു. ഇതാണ് ഫോർമേഷൻ്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ആൾക്കാരുടെയും പ്രിപ്പറേഷൻസ് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ. ഇനി ഇൻഹെയിലിംഗ് എക്സസ് ഓഫ് കാർബൺ മോണോക്സൈഡ് ലീഡ്സ് ഈവൻ ടു ഡെത്ത്. വൈ? അതായത് നമ്മൾ അധികമായിട്ട് കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മരണത്തിനിടയാകുന്നു. കാരണം എന്താ? കാർബൺ മോണോക്സൈഡിനെ നമ്മൾ ബ്രീത്ത് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിനായിട്ട് കമ്പൈൻ ചെയ്യും അല്ലേ. നമ്മുടെ ബ്ലഡിലുള്ള ഹീമോഗ്ലോബിനായിട്ട് കമ്പൈൻ ചെയ്തിട്ട് കാർബോക്സി ഹീമോഗ്ലോബിനായിട്ട് മാറും. കാർബോക്സി ഹീമോഗ്ലോബിൻ ആയിട്ട് മാറും. അങ്ങനെ സാധാരണയായിട്ട് നമ്മുടെ ആരുമായിട്ടാണ് ഹീമോഗ്ലോബിൻ കമ്പൈൻ ചെയ്യേണ്ടിയിരുന്നത്? ഓക്സിജനുമായിട്ട്. അപ്പോൾ കാർബൺ മോണോക്സൈഡിനെ ബ്രീത്ത് ചെയ്ത് കഴിഞ്ഞാൽ കാർബൺ മോണോക്സൈഡ് കമ്പൈൻസ് വിത്ത് ഹീമോഗ്ലോബിൻ ടു ഫോം കാർബോക്സി ഹീമോഗ്ലോബിൻ അല്ലേ. കാർബൺ മോണോക്സൈഡിനെ ശ്വസിച്ചു കഴിഞ്ഞാൽ കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിനുമായി കൂടി ചേർന്ന് കാർബോക്സി ഹീമോഗ്ലോബിനായിട്ട് മാറും. അങ്ങനെ സംഭവിച്ചാൽ എന്താണ് കുഴപ്പം? എന്താ? നമ്മുടെ ബ്ലഡിലുള്ള ഓക്സിജന്റെ അളവ് കുറയുന്നു. ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ ഇൻ ബ്ലഡ്. ഇപ്പം നമ്മുടെ രക്തത്തിലുള്ള ഓക്സിജന്റെ അളവ് കുറയുന്നു. അത് നമ്മുടെ മരണത്തിന് വരെ കാരണമായിട്ട് മാറുന്നു. സോ ഇറ്റ് ഈസ് എ പോയിസണസ് ഗ്യാസ്. വിഷവാതകം എന്ന് പറയാനുള്ള കാരണം തന്നെ ഇതാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഉത്തരം പറയാൻ പറ്റുന്നുണ്ടോ? ഉത്തരം പറയാൻ പറ്റിയ എന്താ ചെയ്യണ്ടേ?
നെഞ്ചൽ കൈവച്ച് ഞാൻ അടിപൊളിയാണെന്ന് പറയണം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നോക്ക്, പൊട്ടാസ്യം പെർമാംഗനേറ്റഡ് ഈ ഹീറ്റഡ് ഇൻ എ ബോയിലിംഗ് ട്യൂബ്. പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ നമ്മളൊരു ബോയിലിംഗ് ട്യൂബിൽ ഹീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചോദിക്കട്ടെ, പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ ഹീറ്റ് ചെയ്താൽ നമുക്ക് പുറത്തേക്ക് കിട്ടുന്ന ഗ്യാസ് ഏതാ? ഓർമ്മയുണ്ടോ? പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ 2 പ്രിപ്പറേഷൻ മെത്തേഡ് നമുക്ക് പഠിക്കാനുണ്ട്. സോ അത് തമ്മിൽ നിങ്ങൾക്ക് തിരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ ഹീറ്റ് ചെയ്താൽ പുറത്തേക്ക് വരുന്നത് ഓക്സിജൻ ഗ്യാസ് ആണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്താൽ പുറത്തേക്ക് വരുന്നത് ക്ലോറിൻ ആണ്. ആ വ്യത്യാസം അറിഞ്ഞിരിക്കണം. എ ബേണിംഗ് മാച്ച് സ്റ്റിക്ക് ഈസ് ഇൻസേർട്ടഡ് ടു ദ മൗത്ത് ഓഫ് ബോയിലിംഗ് ട്യൂബ്. റൈറ്റ് ഡൗൺ യുവർ ഒബ്സർവേഷൻ. ബോയിലിംഗ് ട്യൂബിന്റെ ഉള്ളിലേക്ക് എരിയുന്ന തീപ്പൊട്ടിക്കൊള്ളി കടത്തുക. നിരീക്ഷണം എന്താണ്? നമുക്കറിയാം, പുറത്ത് വരുന്നത് ഏത് ഗ്യാസാ? ഓക്സിജൻ ആണ് അല്ലേ? ഓക്സിജൻ ഈസ് എ ഗ്യാസ് ദാറ്റ് ഹെൽപ്സ് ഇൻ ബേണിംഗ്. കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ എന്ന് പറയുന്നത്. സോ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ബേണിംഗ് മാസ്റ്റിക്കിന് എന്താ സംഭവിക്കുക? ഇറ്റ് ഫ്ലെയർസ് അപ്പ് അല്ലേ? നമ്മുടെ മാസ്റ്റിക് അല്ലെങ്കിൽ നമ്മുടെ തീപ്പെട്ടിക്കള്ളി ആളിക്കത്തും. കാരണം ഇവിടെ റിലീസ് ചെയ്തത് ഓക്സിജൻ ആണ്. ഓക്സിജൻ കത്താൻ സഹായിക്കുന്ന വാതകമാണ്. ഓക്സിജൻ ഈസ് എ ഗ്യാസ് ദാറ്റ് ഹെൽപ്സ് ഇൻ ബേണിംഗ്. അതുകൊണ്ടാണ് നമ്മുടെ തീപ്പെട്ടിക്കൊള്ളി ആളിക്കത്തുന്നത്. ശരിയല്ലേ? യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഫൈൻഡ് ദ സ്യൂട്ടബിൾ ഗ്യാസ് ഫോർ ഈച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റുവേഷൻ. ചുവടെ കൊടുത്തിട്ടുള്ള ഓരോ സന്ദർഭത്തിലും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വാതകം കണ്ടെത്തി എഴുതണം. അപ്പം മക്കളെ, ഓരോ ഗ്യാസസിൻ്റെയും നമുക്ക് ആരൊക്കെ പഠിക്കാനുണ്ടടാ? ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, അതേപോലെ തന്നെ നൈട്രജൻ, ക്ലോറിൻ. ഇവരുടെയൊക്കെ യൂസസ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതുപോലെ ചോദിച്ചാൽ യൂസസ് അറിഞ്ഞാലല്ലേ നമുക്ക് എഴുതാൻ പറ്റൂ. നോക്ക്, ആസ് ഓക്സിഡൈസിങ് ഏജന്റ് ഇൻ റോക്കറ്റ് ഫ്യൂവൽസ്. റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായിട്ട് നമ്മൾ ആരെ ഉപയോഗിക്കുക? റോക്കറ്റ് ഇന്ധനം എന്ന് കേട്ടാൽ തന്നെ എൻ്റെ കുഞ്ഞുങ്ങൾ ഓർത്തോണം, അത് ഓക്സിജൻ ആണ് കേട്ടോ. സോ ഓക്സിഡൈസിങ് ഏജന്റ് ഇൻ റോക്കറ്റ് ഫ്യൂവൽസ് എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തോ, അത് ഓക്സിജൻ ആണ്. സോ റോക്കറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഓക്സിജനെ ഓർത്താൽ മതി. ഇനി ഡിപ്ലീഷൻ ഓഫ് ഓസോൺ. ഓസോൺ ശോഷണത്തിന് ആരാ കാരണം? നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജ് വേസിയൊക്കെ ഓർത്താൽ മതി അല്ലേ? ഫ്രിഡ്ജിലും വേസിയിലും ഒക്കെ ഉള്ള ആൾ ആരാ? CFCs അല്ലെങ്കിൽ ക്ലോറോ ഫ്ലൂറോ കാർബൺസ്. ക്ലോറോ ഫ്ലൂറോ കാർബൺസ് ആണ് ഓസോൺ ഡിപ്ലീഷന് കാരണമാകുന്നത്. സോ CFC ആണ് രണ്ടാമത്തെ ഉത്തരം. ഇനി ടു ഇൻഫ്ലേറ്റ് ദ ടയർ ഓഫ് വെഹിക്കിൾസ്. വാഹനങ്ങളുടെ ടയർ നിറയ്ക്കാൻ നമുക്കറിയാം അല്ലേ? നമ്മൾ പെട്രോൾ പമ്പിലൊക്കെ പോകുമ്പോൾ കാണുന്നതാണ്. നമ്മുടെ അച്ഛനും അമ്മയൊക്കെ കാറിലും ബൈക്കിലും ഒക്കെ പോകുമ്പോൾ കാറ്റ് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിറയ്ക്കാൻ പോകും. അപ്പോൾ ഒന്നെങ്കിൽ അവർ സാധാ എയർ നിറയ്ക്കും, അല്ലെങ്കിൽ ചിലർ നൈട്രജനെയാണ് നിറയ്ക്കാറുള്ളത്. സോ ടയർ എന്ന് ഓർക്കുമ്പോൾ നൈട്രജനെ ഓർത്താൽ മതി. അപ്പോൾ റോക്കറ്റ് എന്ന് ഓർക്കുമ്പോൾ ഓക്സിജനെ ഓർത്തിരിക്കണം, ടയർ എന്ന് പറയുമ്പോൾ നൈട്രജനെ ഓർത്തിരിക്കണം. ഓസോൺ എന്ന പേര് കേട്ടാൽ അപ്പോൾ തന്നെ ഓർത്തോ, അത് CFC ആണ് ആളെന്ന് പറയുന്നത്. വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരുടെയും യൂസസ് കൃത്യമായിട്ട് പഠിക്കണം. ഇനി ക്ലോറിൻ്റെ യൂസസ് എന്തൊക്കെയാ? പെസ്റ്റിസൈഡ്, ആൻറ്റിസെപ്റ്റിക്സ് അല്ലേ? കീടനാശിനി, അണുനാശിനികളൊക്കെ. പിന്നെ അതേപോലെ തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ആളാണ്. മറന്നു പോയത് ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സോ അത് മറന്നു പോരുത് കേട്ടോ. യെസ്. അപ്പോൾ മക്കളെ, അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഹൈഡ്രജൻ യൂസ്ഡ് ആസ് എ ഫ്യൂവൽ ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഹൈ കലോറിഫിക് വാല്യൂ അല്ലേ? നമുക്കറിയാം, ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു ഗ്യാസിന് കലോറിഫിക് മൂല്യം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഇനി വാട്ട് ഈസ് കലോറിഫിക് വാല്യൂ? കലോറിക മൂല്യം എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ ഡെഫിനിഷൻ കൃത്യമായിട്ട് പഠിക്കണം. കലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞാൽ 1 യൂണിറ്റ് മാസ് ഓഫ് ഫ്യൂവൽ നമ്മൾ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഹീറ്റ് എനർജി റിലീസ് ചെയ്യും അല്ലേ? ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിലീസ് വെൻ 1 യൂണിറ്റ് മാസ് ഓഫ് എ ഫ്യൂവൽ ഈസ് ബേൺഡ് അല്ലേ? ഒരു യൂണിറ്റ് മാസ് ഇന്ധനം കത്തിക്കുമ്പോൾ എത്ര താപോർജ്ജത്തെ പുറത്തേക്ക് വിടും? അതിനെയാണ് കലോറിക മൂല്യം എന്ന് പറയുന്നത്. സോ ഡെഫിനിഷൻ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? നമ്മുടെ താഴത്തെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അത് പഠിച്ചതിന് ശേഷം മാത്രം, നോക്കി എഴുതരുത്. പഠിച്ചിട്ട് എൻ്റെ കുഞ്ഞുങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി റൈറ്റ് എനി അതർ അഡ്വാൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ ഫ്യൂവൽ. ഹൈഡ്രജൻ ഇന്ധനത്തിൻ്റെ മേന്മ എന്താ? ഒന്ന് നമുക്കറിയാം, ഹൈ കലോറിഫിക് വാല്യൂ, കലോറിക മൂല്യം വളരെ കൂടുതലാണ്. രണ്ടാമത്തെ കാര്യം എന്താ? ഹൈഡ്രജൻ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വാട്ടർ അല്ലെങ്കിൽ ജലമാണ് അല്ലേ? അപ്പോൾ ഹൈഡ്രജൻ കത്തിയാൽ പുറത്തേക്ക് വിടുന്നത് ജലത്തെയാണ്. സോ എൻവയോൺമെന്റൽ പൊല്യൂഷൻ ഇസ് വെരി ലെസ്. പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കാൻ, ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് ഹൈഡ്രജൻ എന്ന ഇന്ധനം നമ്മളെ സഹായിക്കും. ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഹൈഡ്രജൻ ഇസ്, പക്ഷെ എന്നാൽ പോലും ഇറ്റ് ഈസ് നോട്ട് കോമൺലി യൂസ്ഡ് ആസ് എ ഡൊമസ്റ്റിക് ഫ്യൂവൽ. ഗീവ് റീസൺ. സാധാരണയായിട്ട് ഒരു ഗാർഹിക ഇന്ധനമായിട്ട് നമ്മൾ ഉപയോഗിക്കാറില്ല.
എന്താ കാരണം? അത് സ്റ്റോർ ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാനും ഭയങ്കര ഡിഫിക്കൽട്ടാണ് അല്ലേ? കൊണ്ട് നടക്കാനും ശേഖരിച്ച് വെക്കാനും ബുദ്ധിമുട്ടാണ്. അതേപോലെ ഇറ്റ് ബേൺസ് വിത്ത് എക്സ്പ്ലോഷൻ, സ്ഫോടനത്തോടു കൂടി കത്തുന്ന ഒരു ഗ്യാസാണ്. അതുകൊണ്ടാണ്. സോ എന്താണ് കലോറിഫിക് വാല്യൂ, ഹൈഡ്രജൻ്റെ എന്തൊക്കെയാണ് മെറിറ്റ്സ്, എന്തൊക്കെയാണ് ഡീമെറിറ്റ്സ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ വീഡിയോ കഴിയുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ എന്താ ചെയ്യേണ്ടത്? കലോറിഫിക് വാല്യൂ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അതിൻ്റെ ഡെഫിനിഷൻ പഠിക്കണം. പഠിച്ചതിന് ശേഷം മാത്രം എൻ്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. സോ വൈകിട്ട് 7:30 ക്ലാസ് ഉണ്ട്, അതാരും മറന്നു കളയരുത് കേട്ടോ.